Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചൈനീസ് ബോൾസം എന്ന പ്ലാന്റിൻ്റെ കെയറിനെ കുറിച്ചും പിന്നെ അതുപോലെ ഇത് എപ്പോഴും പൂക്കൾ തരാൻ വേണ്ടി നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അതോടൊപ്പം പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചകിരിച്ചോറ് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ചൈനീസ് ബോൾസം നമ്മൾ ഈ സമയത്താണ് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. എങ്കിലും നമുക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സ് കൊടുത്താൽ ഗ്രോ ബാഗിലൊക്കെ തന്നെ ഇത് നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ നിറയെ ശാഖകൾ വരാനും ഒക്കെ നമുക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സ് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ നല്ലൊരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ വർഷം മുഴുവനും ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ചൈനീസ് ബോൾസം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്ലാന്റ് നഴ്സറികളിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വിത്തുകളുള്ള ഒരു ചെടിയാണിതെങ്കിലും ഇതിൻ്റെ വിത്തുകൾ അത്രത്തോളം അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാറില്ല. കമ്പുകൾ നട്ട് തന്നെയാണ് പൊതുവേ നമ്മൾ ചൈനീസ് ബോൾസം ചെടി വളർത്തിയെടുക്കാറ്. ചില ചെടികളിൽ നിന്ന് മാത്രമേ വിത്തുകൾ ലഭിക്കാറുമുള്ളൂ. ഈ ചൈനീസ് ബോൾസം നിറയെ പൂവിടാനും അതുപോലെ നല്ല ആരോഗ്യത്തോടെ വളരുവാനും വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണായിരിക്കണം. അതായത് വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കരുത് നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വേരൊക്കെ നശിച്ചു പോകും. വെള്ളം നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ കൂടുതലായിട്ട് ഈ നനച്ച് കൊടുക്കേണ്ട ആവശ്യവുമില്ല. നല്ല വേനൽക്കാലമാണെങ്കിൽ മാത്രം രാവിലെ ദിവസവും ഒരു നേരം, രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒരു നേരം മാത്രം നനച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നടാൻ ഉപയോഗിക്കുന്ന മണ്ണിൽ ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അധികം വളമായാൽ അതും പ്രശ്നമാണ്. എല്ലുപൊടി അതുപോലെ കടലപ്പിണ്ണാക്ക്, പിണ്ണാക്ക് അതുപോലുള്ള വളങ്ങളൊന്നും ചേർക്കരുത്. കൂടുതൽ വളമായാലും ഇതിൽ പൂവുകൾ കുറയുന്നതാണ് കാണാറ്. കൂടുതൽ പൂക്കൾ വേണമെങ്കിൽ ഒരു മിതമായ രീതിയിൽ മാത്രം ഇതിന് വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉയരത്തിൽ വളരുന്ന ചെടികൾക്കും വെയിൽ കൊള്ളുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ചില പ്രത്യേക ഇനങ്ങളുണ്ട്, അവ ഉയരത്തിൽ അങ്ങനെ വളരാറില്ല. അതിന് തണലാണ് നല്ലത്. കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി തണലത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. നല്ല വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഒരു വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തോട്ട് വെക്കുന്നതിൽ നല്ലത് ഒരല്പം തണൽ ലഭിക്കുന്ന ഭാഗത്തോട്ട് വെക്കുന്നതാണ്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ തണ്ടുകൾ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ നിന്നും പൂക്കളൊക്കെ കുറഞ്ഞു വരാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ചെറിയ കമ്പുകൾ പൊട്ടിച്ചെടുത്ത് മാറ്റി നടേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ പിന്നെ നശിച്ചു പോകുന്നില്ല. ഇല്ലെങ്കിൽ ആ മൂത്ത കമ്പ് ഉണങ്ങി അത് നശിച്ചു പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട ഒരു പോട്ടി മിക്സ് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നല്ല ഒരു ചുവന്ന മണ്ണോ ഏതെങ്കിലും ഒരു ഗാർഡൻ സോയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിന് വെള്ളം വാർന്നു പോവാൻ വേണ്ടി മണലും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ചാണകപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ചാണകപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ചാണകപ്പൊടി എടുത്തിട്ടില്ല, മണലും അതുപോലെ ചുവന്ന മണ്ണുമാണ് എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ചകിരിച്ചോറ് തയ്യാറാക്കുന്ന രീതി ഞാനിവിടെ കാണിക്കാം. ചകിരിച്ചോറ് കൂടുതൽ പൊടിയാത്തതാണ് നല്ലത്. പൊടിഞ്ഞത് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ വേരുകൾ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ലല്ലോ. ചകിരിച്ചോറ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. വെള്ളത്തിൽ ഇതുപോലെ ചകിരിയുടെ ഭാഗങ്ങളെടുത്ത് നമ്മൾ 2 ദിവസം കുതിർത്തി വെക്കണം. ഇതിലൊരു കറയുണ്ടാവും, അത് ഇളകി പോവണം. ഈ കറ ചെടികൾക്കൊന്നും അത്രത്തോളം നല്ലതല്ല. അപ്പോൾ ഇങ്ങനെ കുതിർത്തി വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ട് വെള്ളം വാർന്നു പോവാൻ വേണ്ടി വെക്കണം. ഒരു പ്രാവശ്യം കഴുകി കളയുന്നതും നല്ലതാണ്. ഒന്നുകൂടെ കഴുകിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളം വാർത്തി കളയുക.
അങ്ങനെ വെള്ളം വാർത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ ചകിരിച്ചോറാണ് വേണ്ടതെങ്കിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗിലോട്ട് മാറ്റി, പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റി ഇത് ഒരു ചുറ്റികയോ അല്ലെങ്കിൽ കനമുള്ള എന്തെങ്കിലും എടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ച് ഇതിലുള്ള ചോറ് വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താലും മതിയാവും. ഒരു ചുറ്റിക എടുത്ത് എന്തെങ്കിലും ഒരു കനമുള്ള കല്ലോ എന്തെങ്കിലും എടുത്ത് നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കാം. ചൈനീസ് ബാൾസത്തിനൊക്കെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മൾ എവിടെയാണോ ചൈനീസ് ബാൾസം നടുന്നത്, ഗ്രോ ബാഗിലോ ചട്ടിയിലോ എവിടെയാണോ നടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗത്ത് മാത്രം ഇതുപോലുള്ള ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് മണ്ണും അതുപോലെ മണലും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നമ്മൾ വളമാക്കി നൽകേണ്ടത്, പൊട്ടി മിക്സാക്കി നൽകേണ്ടത്. അതാണ് നല്ലത്. അപ്പോൾ ചകിരിച്ചോറ് മിക്സ് ചെയ്യുന്ന ഒരു രീതി ഒഴിവാക്കാവുന്നതാണ്. എങ്കിലേ നല്ല ഒരു പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഈ ചെടിയുടെ ഒരു പ്ലസ് പോയിൻറ്റ്. മഴക്കാലത്ത് നല്ല ശ്രദ്ധ വേണം. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, തണ്ടുകൾ ചീഞ്ഞു പോകും. വേനൽക്കാലത്ത് ഫെർട്ടിലൈസറുകൾ നൽകാവുന്നതാണ്. അതായിരിക്കും നല്ലത്. ഉണങ്ങിയ ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ വേനൽക്കാലത്ത് നനച്ച് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതുപോലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ ഈ ചൈനീസ് ബാൾസം നിറയെ പൂക്കൾ തന്നുകൊണ്ടിരിക്കും. നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഇനാബിൾ ചെയ്ത് വെക്കണമെങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്